ഹായ് വ്യൂവേഴ്സ്, നമസ്കാരം. നമ്മുടെ പ്ലസ് ടു കൊമേഴ്സിൻ്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവേത് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വരും ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഇയറിൽ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ C++ൻ്റെ ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതുപോലെ ലൂപ്പിംഗ് എന്താണെന്ന് പഠിച്ചു, ബേസിക് ആയിട്ടുള്ള ലൂപ്പുകൾ എന്തൊക്കെയാണ്, യൂണിറ്റ് സ്റ്റേറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൻ്റെ ഒരുപാട് ചാപ്റ്റേഴ്സ്, ഒരുപാട് ബേസിക് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു. ഇനി C++ൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടുള്ള അറേസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് റിവ്യൂ ഓഫ് C++ എന്നാണ്. അതായത് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുള്ള അതേ ടോപ്പിക്കുകൾ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാം. അപ്പോൾ അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് ഇയറിന്റെ പുതിയൊരു ടോപ്പിക്കാണ് ചാപ്റ്റർ 2 അറേസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ അറേസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അതിനു മുമ്പേ നമുക്കറിയാം ഒരു വാരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു വാരിയബിൾ എന്ന് പറഞ്ഞാൽ? വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഐഡന്റിഫയറിനെയാണ് നമ്മൾ എന്താ പറയാം, വാരിയബിൾ എന്ന് പറയാം, അല്ലെ? ഒരു നോർമൽ വാരിയബിൾ നമ്മൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം? ഒരു നോർമൽ വാരിയബിൾ, അതായത് ഒരു ഡാറ്റ ടൈപ്പ് സ്പേസ് ആ വാരിയബിൾ നെയിം, അല്ലെ, സെമികോളൻ, അങ്ങനെയാണല്ലോ നമ്മളൊരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഈ വാരിയബിളിന്റെ അതേ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിക്ലറേഷന്റെ ഏകദേശം അതേപോലെ തന്നെയാണ് നമ്മൾ അറേസും യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയാണ്. ഇന്റ് ഐ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നോർമലി വെറുതെ ഇന്റ് ഐ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഐ എന്ന് പറയുന്നത് ഒരു ഇന്റീജർ വാരിയബിൾ ആണ്. അതിലേക്ക് എന്ത് വാരിയബിൾ, ഏത് ടൈപ്പിലുള്ള വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റും? ഒരു ഇന്റീജർ വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റും, അല്ലെ? അതുപോലെ ക്യാരക്ടർ നെയിം എന്ന് പറഞ്ഞാൽ എന്താ? ഈ നെയിം എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ വാരിയബിൾ ആണ്. അതിലേക്ക് നമുക്ക് ക്യാരക്ടർ വാല്യൂസിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പൊ ഇവിടെ ഇപ്പോ ഇന്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലേക്ക് ഒരു ഇന്റീജർ വാരിയബിൾ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റൂ, അല്ലെ? അതുപോലെ തന്നെ ഞാൻ ഒരു കുട്ടിയുടെ മാർക്ക് എനിക്ക് സ്റ്റോർ ചെയ്യണം, അപ്പൊ ഞാൻ അവിടെ എന്ത് ചെയ്യും? ഇന്റ് എം എന്ന് പറയുന്ന അല്ലെങ്കിൽ M1 എന്ന് പറയുന്ന ഒരു വാരിയബിൾ ഞാൻ അവിടെ ഉപയോഗിക്കും. അങ്ങനെ എനിക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്കല്ലേ എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് M1 എന്ന് പറയുന്ന വാരിയബിളിലേക്ക് ഇന്റീജർ ആയിട്ടുള്ള ഒരു വാല്യൂവിലെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 5 വാല്യൂസ് മീൻസ് 5 സബ്ജക്റ്റുകൾ നമുക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിലോ ഇന്റ് M1 M2 M3 M4 M5 അങ്ങനെ നമ്മൾ യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 10 സബ്ജക്റ്റിന്റെ മാർക്കുകൾ യൂസ് ചെയ്യണമെങ്കിൽ അപ്പൊ M1 M2 മുതൽ M10 വരെയുള്ള അല്ലെങ്കിൽ M10 വരെയുള്ള വാരിയബിൾസ് അവിടെ യൂസ് ചെയ്യാം. അത്രയും വാരിയബിൾസ് അവിടെ യൂസ് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ ആണോ? അല്ല. അപ്പോൾ ഇവിടെ ഈ അറേസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു വാരിയബിളിലേക്ക് മൾട്ടിപ്പിൾ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാം. ഒരു വാരിയബിളിലേക്ക് എങ്ങനെയാണ് മൾട്ടിപ്പിൾ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. അപ്പൊ ഇവിടെ അറേസ് എന്ന് പറയുന്നത് എന്താണ്? അറേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെയിം ടൈപ്പിലുള്ള, അതായത് ഒരേ ടൈപ്പിലുള്ള, അതായത് ഇന്റീജർ ആണെങ്കിൽ ഇന്റീജർ, ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട്, ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ക്യാരക്ടേഴ്സ്, അല്ലെ? അപ്പോൾ സെയിം ടൈപ്പിലുള്ള മൾട്ടിപ്പിൾ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒറ്റ വാല്യൂബിൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ഫീച്ചറാണ്, C++ന്റെ ഒരു ഫീച്ചറാണ് നമ്മുടെ അറേസ് എന്ന് പറയുന്നത്. അപ്പോൾ അറേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെയിം ടൈപ്പിലുള്ള മൾട്ടിപ്പിൾ വാല്യൂസിനെ, സെയിം ടൈപ്പിലുള്ള ഒരു കൂട്ടം വാല്യൂസിനെ ഒറ്റ വാരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി ആയിരുന്നു അറേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അറേസ് എന്ന് പറയുന്നത് ഏതൊരു വാരിയബിളും പോലെ അറേസും കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ സ്റ്റോറേജ് ലൊക്കേഷൻ വേണം, അല്ലെ? ഇപ്പൊ നമ്മൾ ഇന്റ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എന്ന് പറയുന്ന വാരിയബിളിന്റെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ എത്രയാണെന്ന് വെച്ചാൽ അത്ര ബൈറ്റ് അവിടെ ഒഴിച്ചിടും. എത്ര ബൈറ്റാ? എങ്ങനെ മെമ്മറി കാൽക്കുലേഷൻ? ഒരു ഇന്റീജർ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് 4 ബൈറ്റും, ഒരു ക്യാരക്ടർ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് 1 ബൈറ്റും, ഒരു ഫ്ലോട്ട് വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് 4 ബൈറ്റ്, ഒരു ഡബിൾ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് 8 ബൈറ്റും, അങ്ങനെയാണല്ലോ യൂസ് ചെയ്യാം. അപ്പൊ ഇന്റ് ഐക്ക് നോർമലി നമ്മൾ പറയാന്നുണ്ടെങ്കിൽ ഈ ഐക്ക് വേണ്ടിയിട്ട് 4 ബൈറ്റ് എന്ത് ചെയ്യും? കമ്പ്യൂട്ടർ മെമ്മറിയിൽ അവിടെ ഒഴിച്ചിടും, അല്ലെ? അതേപോലെ തന്നെ ഈ അറേസിലും അങ്ങനെ തന്നെയാണ് സംഭവം. നമ്മൾ ഒരു അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ അറേസിന് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും മെമ്മറി കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഒഴിച്ചിടും,
അല്ലെ? പക്ഷേ ഈ കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഞാൻ പറഞ്ഞു ഒരു വേരിയബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് 10 നമ്പേഴ്സ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 10 നമ്പറുകളും കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ സ്റ്റോറേജ് ലൊക്കേഷനിലായിരിക്കും സ്റ്റോർ ചെയ്യുക. അതായത് സ്റ്റോറേജ് ലൊക്കേഷൻ 1, 2, 3 എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ 5 വാല്യൂസ് സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ വാല്യൂ 1ലേക്ക്, രണ്ടാമത്തെ വാല്യൂ 2ലേക്കും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ അറേസ് എന്ന് പറയുന്നത് എപ്പോഴും കമ്പ്യൂട്ടർ മെമ്മറിയിൽ കണ്ടിന്യൂസ് സ്റ്റോറേജ് ലൊക്കേഷൻസിലായിരിക്കും സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമുക്ക് അറേസ് എന്താണ് നമുക്ക് ചെറുതായിട്ട് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണം. എന്താണ് അറേസ് എന്ന് നമ്മൾ പറഞ്ഞത്? സെയിം ടൈപ്പിലുള്ള ഒരു കൂട്ടം വാല്യൂസിനെ ഒന്നിച്ചിട്ട് ഒരു വേരിയബിളിന്റെ അണ്ടറിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്ന ഒരു ഫീച്ചർ ആയിരുന്നു അറേസ് എന്ന് പറയുന്നത്. അറേസിന്റെ ഒരു ഡെഫിനിഷൻ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് അറേ ഈസ് എ കളക്ഷൻ ഓഫ് എലിമെന്റ്സ് ഓഫ് ദി സെയിം ടൈപ്പ്. അറേ എന്ന് പറയുന്നത് സെയിം ടൈപ്പിലുള്ള ഒരു കൂട്ടം എലിമെന്റ്സ് ആണ്, അല്ലേ? അറേസ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ടൈപ്പിലുള്ള ഒരു കൂട്ടം എലിമെന്റ്സ് ആണ്. പ്ലേസ്ഡ് ഇൻ, എങ്ങനെ പ്ലേസ് ചെയ്തിട്ട്, എങ്ങനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്? കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അർത്ഥം? കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും അത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഇതിന് താഴെ ഒന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്, അറേസ് ആർ യൂസ്ഡ് ടു സ്റ്റോർ. അറേസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്? യൂസ്ഡ് ടു സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. എങ്ങനെ? a set of values of the same type, അല്ലേ? സെയിം ടൈപ്പിലുള്ള ഒരു സെറ്റ് ഓഫ് ഒരു കൂട്ടം വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു ഫെസിലിറ്റി ആയിരുന്നു ഏത്? അറേസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ സ്റ്റോർ ചെയ്യുന്ന പറയുന്നത്? സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് ദി സെയിം ടൈപ്പ് അണ്ടർ എ സെയിം വാരിയബിൾ നെയിം, അല്ലെങ്കിൽ അണ്ടർ എ സിംഗിൾ വാരിയബിൾ നെയിം, അല്ലേ? ഒരു സിംഗിൾ വാരിയബിൾ നെയിമിലേക്ക് നമുക്ക് ഒരു കൂട്ടം ഡാറ്റകൾ, സെയിം ടൈപ്പിലുള്ള ഒരു കൂട്ടം ഡാറ്റകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു ഫെസിലിറ്റി ആയിരുന്നു നമ്മുടെ അറേസ് എന്ന് പറയുന്നത്. ഇനി അറേ എങ്ങനെയാണ് നമുക്ക് ഡിക്ലെയർ ചെയ്യാമെന്നാണ് നമുക്ക് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഏതൊരു വാരിയബിൾ ആണെന്നുണ്ടെങ്കിലും ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിനൊരു സിന്റാക്സ് ഉണ്ട്, ഒരു ജനറൽ ഫോം ഉണ്ട്. എന്താണ്? ഡാറ്റ ടൈപ്പ്, വാരിയബിൾ നെയിം, സെമിക്കോളൻ. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യാറ്. ഇന്ത്യ സെമിക്കോളൻ കൊടുത്തു, ക്യാരക്ടർ നെയിം സെമിക്കോളൻ കൊടുത്തു. അതുപോലെ അറേസ് വാരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോഴും അതിനൊരു ജനറൽ ഫോം ഉണ്ട്. ഡാറ്റ ടൈപ്പ്, അറേ നെയിം, സൈസ്, സെമിക്കോളൻ. ഡാറ്റ ടൈപ്പ്, അറേ നെയിം, സൈസ്, സെമിക്കോളൻ. അതായത് ഏതൊരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോഴും നമ്മൾ ഡാറ്റ ടൈപ്പ് കൊടുക്കാറുണ്ട്. അതായത് ഡാറ്റ ടൈപ്പ് നമ്മൾ ഇവിടെ കൊടുത്തു, അതിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പോകുന്ന വാരിയബിൾ അല്ലെങ്കിൽ അറേ എന്ന് പറയുന്നത് ഏത് ടൈപ്പാണ്, ഇൻറ്റിജർ ആണോ, ഫ്ലോട്ട് ആണോ, ക്യാരക്ടർ ആണോ, ഡബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. Then array name same as the variable name or identifier. നമ്മുടെ നോർമൽ വാരിയബിൾ തന്നെയാണ് array എന്ന് പറയുന്നത്. array name എന്ന് പറയുന്നത് ഇപ്പോൾ int i ആണെങ്കിൽ ആ i ആണ് ഇവിടെ array name. array നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ വാരിയബിളിനെ നമ്മൾ array വാരിയബിൾ എന്ന് പറയും. അപ്പോൾ നമ്മൾ arrayക്ക് എന്താണ് പേര് വേണ്ടത് അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. പ്ലസ് അതിന്റെ സൈസ് എന്ന് പറയുന്നത് അവിടെ സ്ക്വയർ ബ്രാക്കറ്റ്സിലാണ് നമ്മൾ അതിന്റെ സൈസ് കൊടുക്കേണ്ടത്. അതായത് ഇവിടെ കൊടുക്കുന്ന ഈ വാരിയബിളിലേക്ക്, ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന വാരിയബിളിലേക്ക് എത്ര വാല്യൂസ് സ്റ്റോർ ചെയ്യണം, അതാണ് ഇവിടെ ഈ സൈസ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ താഴെ പറഞ്ഞിട്ടുണ്ട്, പിന്നീട് നോക്കാം നമുക്ക്. അപ്പോൾ ഡാറ്റ ടൈപ്പ് അറേ നെയിം ബ്രാക്കറ്റിൽ സൈസ്, അതായത് സ്ക്വയർ ബ്രാക്കറ്റിൽ സൈസ് സെമിക്കോളൻ, അതാണ് അതിന്റെ ജനറൽ സിന്റാക്സ് എന്ന് പറയുന്നത്. ഇനി ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം നമുക്ക്. int n of 5. int n എന്ന് മാത്രമായിരുന്നുവെങ്കിൽ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. n എന്ന് പറയുന്നത് ഇന്റിജർ വേരിയബിൾ ആണ്. ഒരു ഇന്റിജർ വാല്യൂ നമുക്ക് n ലേക്ക് സ്റ്റോർ ചെയ്യാം. പക്ഷെ ഇവിടെ പറയുന്നത് int n of 5, അതായത് int എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പ് ആണ്, n എന്ന് പറയുന്നത് അറേ നെയിം ആണ്, സൈസ് എന്ന് പറയുന്നത് ഇവിടെ 5 ആണ്. സെമിക്കോളൻ ഞാൻ അവിടെ യൂസ് ചെയ്തു. അപ്പൊ ഇവിടെ നോക്കി നോക്കാം, int n of 5. ഇതിന്റെ അർത്ഥം എന്താ? n എന്ന് പറയുന്ന ഒരു സിംഗിൾ വാരിയബിളിലേക്ക് 5 ഇന്റീജർ വാല്യൂസ് എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതിന്റെ അർത്ഥം എന്താണ്? n എന്ന് പറയുന്ന ഒരു ഇന്റീജർ വാരിയബിളിലേക്ക് 5 ഇന്റീജർ വാല്യൂസ് എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ 5 ഇന്റീജർ വാല്യൂസിനെ ഒറ്റ നെയിമിലേക്കാണ് സ്റ്റോർ ചെയ്യുക. n എന്ന് പറയുന്ന ഒറ്റ വാല്യൂയിലേക്കാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഇനി ഇവിടെ നോക്കി നോക്കാം, അറേസിന്റെ അറേസ് എങ്ങനെയാണ് നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു അറേ, ഇപ്പോൾ n of 5 എന്ന് പറഞ്ഞിട്ട് ഒരു അറേ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഈ n-ന് വേണ്ടിയിട്ട്, ഈ n എന്ന് പറയുന്ന ഈ വാരിയബിളിൽ 5 വാല്യൂസിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ മെമ്മറിയിൽ 5 ഇതുപോലുള്ള അഡ്രസ്സുകൾ, റൂമുകൾ, അല്ലെ, സ്റ്റോറേജ് ലൊക്കേഷൻസ് അവിടെ ഒഴിച്ചിടും. ഈ അറേയുടെ വാല്യൂ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലായിരിക്കും. അറേയുടെ വാല്യൂ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അറേയുടെ വാല്യൂ അല്ല, അറേയുടെ ഇൻഡെക്സ് എന്ന് പറയാം. എന്താ പറയാ? അറേയുടെ ഇൻഡെക്സ് എന്നും. എന്താ അറേ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ? അറേയിലുള്ള വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അറേ ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയും. അറേ ഇൻഡെക്സ് അല്ലെങ്കിൽ
സബ്സ്ക്രിപ്റ്റ് എന്ന് പറയും. അതായത് അറേസിന്റെ ഉള്ളിലുള്ള വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അറേ ഇൻഡെക്സ് അല്ലെങ്കിൽ അറേ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയും. ഇപ്പൊ ഇവിടെ ഇന്റ് n(5) ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഇവിടെ 0 1 2 3 4 എന്ന് പറഞ്ഞിട്ട് 5 റൂമുകൾ മീൻസ് 5 സ്റ്റോറേജ് ലൊക്കേഷൻസ് ഈ n(5) വേണ്ടിയിട്ട് ഇവിടെ റിസർവ് ചെയ്തിടും. അറേ ഇൻഡെക്സുകൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലായിരിക്കും. ഇപ്പൊ ഇവിടെ ഞാൻ പറയാണ് ഈ n(5) എന്ന് പറയുന്ന ഈ വാരിയബിളിലേക്ക് ഞാൻ കൊടുക്കുന്നത് 1 2 3 4 5 എന്ന് പറയുന്ന വാല്യൂസ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 5 വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ സ്റ്റോർ ചെയ്യും. 1 2 3 4 5 എന്ന് പറയുന്ന വാല്യൂസ് ഇവിടെ സ്റ്റോർ ചെയ്യും. അപ്പൊ ഒന്നാമത്തെ വാല്യൂനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് ആണ് ഇവിടെ n(0). എന്താ പറയാ, n(0), അതായത് n എന്ന് പറയുന്ന വാരിയബിളിലെ 0th ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂസ്. 0th ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ് 0th ലൊക്കേഷൻ. ഇത് 0, ഇത് 1 2 3 4 ഇതാണ് ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുന്ന ഇൻഡെക്സ് ആണ് അല്ലെ. ഇൻഡെക്സ് എന്ന് പറയാ, വാല്യൂസ് റെപ്രസെന്റ് ചെയ്യുന്ന ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയാം. അറേ ഇൻഡെക്സ് അല്ലെങ്കിൽ അറേ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയാം. അറേ ഇൻഡെക്സുകളും അറേ സബ്സ്ക്രിപ്റ്റുകളും കോമൺ ആയിട്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിലായിരിക്കും, അവിടെ 0-ലായിരിക്കും. അപ്പൊ ഇവിടെ ഈ 1 2 3 4 5 എന്ന് പറയുന്ന ഈ വാല്യൂസ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ആദ്യത്തെ വാല്യൂ ആണ് 1 എന്ന് പറയുന്നത്. അപ്പൊ 1നെ റെപ്രസെന്റ് ചെയ്യാൻ n(0) ആണ്. അതായത് n എന്ന് പറയുന്ന വാരിയബിളിന്റെ 0th ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്, അതിന്റെ വാല്യൂ 1. അതുപോലെ 2 എന്ന് പറയുന്നത് n എന്ന് പറയുന്ന വാരിയബിളിന്റെ 1th ലൊക്കേഷൻ, അതായത് ഇതാണ് 1th ലൊക്കേഷൻ, അതിൽ സ്റ്റോർ ചെയ്തിട്ടാണ് n(2)ഉം n(3)ഉം n(4) ഉണ്ട്. അപ്പോൾ ഈ അറേസിന്റെ സൈസ് എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും, മാക്സിമം. അതായത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ n(0) മുതൽ ഇവിടെ n(5) ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതിന് ഒന്നും കുറച്ചാൽ മതി. അപ്പൊ n(4) വരെ ആയിരിക്കും. അതായത് എത്ര വാല്യൂസ് ആണോ സ്റ്റോർ ചെയ്യുന്നത്, അറേ ഇൻഡെക്സ് എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ നോക്കുക, മാക്സിമം എത്രയാണോ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത് അതിനേക്കായി ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ അത് എന്ത് കിട്ടും, അറേയുടെ ടോട്ടൽ ഇൻഡെക്സ് കിട്ടും അല്ലെ. അപ്പൊ ഇൻഡെക്സ് കിട്ടാൻ കാരണം എന്താ, 0-ലാ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ഇവിടെ 5 എന്ന് പറഞ്ഞു, പക്ഷെ ഇവിടെ 4 വരെ ഇൻഡെക്സ് ഉള്ളൂ അല്ലെ, 4 വരെ ഇൻഡെക്സ് ഉള്ളൂ, പക്ഷെ 5 ഉണ്ട്, കാരണം ഇവിടെ എന്താണ് 0 ആണ്. അപ്പൊ ഇതാണ് ഒരു എക്സാമ്പിൾ. പിന്നെ രണ്ടാമത്തെ എക്സാമ്പിൾ നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്യാരക്ടർ name(5). അപ്പൊ ഈ നെയിം എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ആണ്, നമുക്ക് നെയിം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ നെയിം എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് ആണ്. അതിലേക്ക് നമുക്ക് 5 ക്യാരക്ടേഴ്സ് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാം. ആ 5 ക്യാരക്ടേഴ്സ് എങ്ങനെ സ്റ്റോർ ചെയ്യാന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത് ഇപ്പൊ ഇവിടെ നോക്കിക്കാം, name(0) സ്റ്റാർട്ട് name(0) name(1). അതായത് അറേ ഇൻഡെക്സ് ഇവിടെ 0 1 2 3 എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുന്ന വാല്യൂ, ഇവിടെ നെയിമിലേക്ക് കൊടുക്കുന്ന വാല്യൂ ബാബു എന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബാബു എന്ന് പറയുന്നത് ഇതിലേക്ക് സ്റ്റോർ ആവും. അതായത് ബിയുടെ ഇൻഡെക്സ് എത്രയാ, അപ്പോൾ ബിനെ റെപ്രസെന്റ് ചെയ്യാൻ അറേയുടെ ഏത് ഇൻഡെക്സ് ആയി യൂസ് ചെയ്യാം, അവിടെ name(0) ആണ് ബിനെ റെപ്രസെന്റ് ചെയ്യാൻ. എനെ റെപ്രസെന്റ് ചെയ്യാൻ name(1) ആണ്. ബിനെ റെപ്രസെന്റ് ചെയ്യാൻ name(2) ആണ്. പിന്നെ യുനെ റെപ്രസെന്റ് ചെയ്യാൻ name(3) ആണ്. അപ്പോൾ അറേ ഇൻഡെക്സ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അറേ ഇൻഡെക്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലായിരിക്കും അല്ലെ. അപ്പോൾ ഇതാണ് അറേസിന്റെ ബേസിക്സ്. അറേസിന്റെ ജനറൽ ഡിക്ലറേഷൻ അങ്ങനെയാണ്. അറേസ് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് അറേയുടെ ഇനീഷ്യലൈസേഷനും അറേ എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തിൽ വരുമ്പോൾ യൂസ് ചെയ്യുന്നതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതെല്ലാവരും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.